അപ്പോൾ ജോയിൻസിൻ്റെ മറ്റൊരു പേരാണ് ആർട്ടിക്കുലേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ബോണിനെ മറ്റൊരു ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജോയിൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജോയിൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിൽ നൂറുകണക്കിന് ജോയിൻസ് ആണുള്ളത്. നമ്മുടെ എല്ലാ ബോൺസിനെയും ഒരുമിച്ച് വെക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ സ്കെലിറ്റൽ മസിൽ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ജോയിൻസ് എന്ന് പറഞ്ഞാൽ. നമ്മുടെ ബോഡിയിലെ നെക്കിലുള്ള ഹയോയിഡ് ബോൺ ഒഴിച്ചാൽ ബാക്കി എല്ലാ ബോൺസും ആർട്ടിക്കുലേറ്റ് ചെയ്യും. ഇത്രയാണ് നമ്മൾ ജോയിൻസിനെ കുറിച്ച് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിതിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സ്ട്രക്ചറലിയും ക്ലാസിഫൈ ചെയ്യാം, അതുപോലെ തന്നെ ഫംഗ്ഷനലിയും ക്ലാസിഫൈ ചെയ്യാം. സ്ട്രക്ചറലി ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ മൂന്നായിട്ട് പറയാം: സൈനോവിയൽ ജോയിൻസ്, ഫൈബ്രസ് ജോയിൻറ്റ്, കാർട്ടിലേജിനസ് ജോയിൻറ്റ്. ഫംഗ്ഷനലി ക്ലാസിഫൈ ചെയ്യുമ്പോഴും അത് മൂന്നായിട്ടാണ് വരുന്നത്. ഒന്ന് സൈനാർത്രോസിസ് ജോയിൻറ്റ്, പിന്നെ ആംഫിയാർത്രോസിസ്, പിന്നെ ഡയാർത്രോസിസ്. അപ്പോൾ നമ്മൾ സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ നോക്കുമ്പോൾ അതിൽ ആദ്യത്തെയാണ് സൈനോവിയൽ ജോയിൻറ്റ്. സൈനോവിയൽ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു സൈനോവിയൽ ക്യാവിറ്റി ഉള്ള ഒരു ജോയിൻറ്റിന് പറയുന്ന പേരാണ് സൈനോവിയൽ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ. സൈനോവിയൽ ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ടുള്ള ഒരു സ്പേസ്, അതിനെയാണ് സൈനോവിയൽ ക്യാവിറ്റി എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ സൈനോവിയൽ ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ കൊണ്ടിട്ട് ഫോം ചെയ്തേക്കുന്ന ജോയിൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് ആക്സസറി ലിഗമെൻസും കൂടെ ഉണ്ടായിരിക്കും. ഇതാണ് സൈനോവിയൽ ജോയിൻ്റ് എന്ന് പറയുന്നത്. അടുത്ത ഫൈബ്രസ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് സൈനോവിയൽ ക്യാവിറ്റി ഒന്നും ഇല്ല, അതാണ് ഫൈബ്രസ് ജോയിൻ്റ്. അതുപോലെ തന്നെ ഇവിടെയും ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ കൊളാജിൻ ഫൈബേഴ്സ് ആയിരിക്കും റിച്ച് ആയിട്ടുള്ളത്. അടുത്ത കാർട്ടിലേജിനസ് ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയും സൈനോവിയൽ ക്യാവിറ്റി ഇല്ല. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കാർട്ടിലേജ് ആണ് കാണപ്പെടുന്നത്. ഇത്രയാണ് സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അടുത്ത ഫംഗ്ഷണൽ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ അതിൽ ആദ്യത്തെയാണ് സൈനാർത്രോസിസ് ജോയിൻസ്. സൈനാർത്രോസിസ് ജോയിൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാത്ത ഇമ്മൂവബിൾ ആയിട്ടുള്ള ജോയിൻസിന് പറയുന്ന പേരാണ് സൈനാർത്രോസിസ് ജോയിൻസ് എന്ന് പറയുന്നത്. അതിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കള്ളിലുള്ള ക്രേനിയൽ സ്യൂച്ചേഴ്സ് ഒക്കെ നമുക്ക് സൈനാർത്രോസിസ് ജോയിൻസിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അടുത്തയാണ് ആംഫിയാർത്രോസിസ് ജോയിൻസ്. ആംഫിയാർത്രോസിസ് ജോയിൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ലൈറ്റ്ലി മൂവ് ചെയ്യാൻ പറ്റുന്ന ജോയിൻസ് ആണ് ആംഫിയാർത്രോസിസ് ജോയിൻസ്. അതിന് എക്സാമ്പിൾ ആണ് റിബ്സ്, ബാക്ക് ബോൺ ഒക്കെ. പിന്നെ അടുത്തെയാണ് ഡയാർത്രോസിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീലി മൂവ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് എളുപ്പത്തിൽ മൂവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ജോയിൻസിന് പറയുന്ന പേരാണ് ഡയാർത്രോസിസ് ജോയിൻസ് എന്ന് പറഞ്ഞാൽ. ഇതിന് എക്സാമ്പിൾ ആണ് നമ്മൾ അപ്പർ ലോവർ ലിംസ് ഒക്കെ. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡയാർത്രോസിസ് ജോയിൻസിൽ നമ്മുടെ ബോൺസ് എല്ലാം കണക്ട് ചെയ്തിരിക്കുന്ന സൈനോവിയൽ ഫ്ലൂയിഡിന്റെ സഹായത്തോടെ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബോൺസിൻ്റെ മൂവ്മെൻറ്റിനെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് മെയിനായിട്ടും ഈ ഡയാർത്രോസിസ് ജോയിൻസ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ പാർട്ട് വരുന്നത്.